ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. സ്പോട്ട് നോമിനേഷന്റെ അപ്ഡേറ്റ്സ് ആണ് പറയാനായിട്ടുള്ളത്. ആദ്യത്തെ നോമിനേഷൻ അനീഷ് ആയിരുന്നു. അനീഷാണ് ആദ്യം നോമിനേറ്റ് ചെയ്തത്. എവിടെ നിൽക്കുന്നോ അവിടെ നിന്നുകൊണ്ട് തന്നെ രണ്ടുപേരുടെ പേരുകൾ പറയണം. ബിഗ് ബോസ് ഓരോരുത്തരുടെയും പേരുകൾ പറയും. അവിടെ നിന്നുകൊണ്ട് രണ്ടുപേരുടെ പേരുകൾ പറയണം എന്നുള്ളതായിരുന്നു ഈ ഒരു നോമിനേഷൻ പ്രക്രിയ. അപ്പൊ ആദ്യം തന്നെ അനീഷ് നോമിനേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അനുമോളും ആര്യനും പേടിച്ച് ആ സോഫയുടെ അടിയിലേക്ക് ബെൻഡ് ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവര് അവിടെ ഇരുന്നുകൊണ്ട് ഇമോജിയൊക്കെ ഇടുന്നുണ്ട്. അപ്പോ അനീഷ് നോമിനേറ്റ് ചെയ്യുന്ന രണ്ട് പേരുകളിൽ ആദ്യത്തെ പേര് സാബുമാൻ ആണ്. പിന്നെ നോമിനേറ്റ് ചെയ്യുന്നത് നൂറേനെയാണ്. ഇവരെ രണ്ടുപേരെയും അനീഷ് നോമിനേറ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം രണ്ടുപേരും സേഫ് ഗെയിമേഴ്സ് ആണ് എന്നുള്ളൊരു കാരണമാണ്. രണ്ടുപേരും വളരെ സേഫ് ആയിട്ട് കളിക്കുന്നു. രണ്ടുപേരുടെയും ഭാഗത്തു നിന്നും ഒരു രീതിയിലുള്ള കോണ്ടന്റുകളും പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളൊരു റീസൺ ആണ് അനീഷ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും സാബുമാൻ കഴിഞ്ഞ ആഴ്ച ടാസ്കിൽ മികച്ച പഠനം കാഴ്ചവെച്ചില്ല എന്ന റീസൺ പറയുന്നുണ്ട്. പിന്നെ നൂറ ഈ ഹൗസിലുള്ള 3 ഫീമെയിൽ കണ്ടസ്റ്റൻസിനെയും വെച്ച് നോക്കുമ്പോൾ, നൂറ അല്ലാത്ത 3 ഫീമെയിൽ കണ്ടസ്റ്റൻസിനെയും വെച്ച് നോക്കുമ്പോൾ നൂറ ഒരു ഒട്ടും ഡിസേർവിംഗ് അല്ലാത്ത കണ്ടസ്റ്റന്റ് ആണ് എന്നുള്ളൊരു രീതിയിൽ അനീഷ് പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ആദിലയുടെ ഒരു ഫേസ് കാണുന്നതായിരുന്നു കേട്ടോ. ആദില ഇത് കേട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഇവർ രണ്ടുപേരുമാണ് അനീഷിന്റെ നോമിനേഷൻസ്. രണ്ട് സേഫ് ഗെയിമേഴ്സ് ആയിട്ടുള്ള സാബുമാൻ ആൻഡ് നൂറ. അത് ബിഗ് ബോസ് പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു. അർഹതയില്ലാത്തവരെയും പിന്നെ സേഫ് ആയിട്ട് മുന്നോട്ട് പോകുന്നവരെയും തെരഞ്ഞെടുക്കുക എന്നുള്ളൊരു റീസൺ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് അനീഷ് ഇവരെ രണ്ടുപേരെയും നോമിനേറ്റ് ചെയ്തത്. നല്ല ഡിസിഷൻ ആണോ എന്നൊക്കെ ചോദിച്ചാൽ കിഡിലൻ ഡിസിഷൻ ആണെന്നേ പറയാനുള്ളൂ. സാബുമാൻ കഴിഞ്ഞ ആഴ്ച നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. നൂറ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു, പക്ഷെ നൂറ സേവ് ആയി പോയി. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കൂടി അനീഷ് പറഞ്ഞ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും 2-3 പേരും കൂടി പറയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അക്ബറൊക്കെ അവിടെ സ്തംഭിച്ച് നിൽപ്പുണ്ടായിരുന്നു. അക്ബർ ഓർത്തത് അക്ബറിന്റെയും ആര്യന്റെയും ഒക്കെ പേര് പറയുന്നതാണ്. പക്ഷെ അനീഷ് അങ്ങനെ പേഴ്സണൽ വെഞ്ചൻസ് വെച്ച്, പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് ഗെയിം കളിക്കുന്ന ഒരാളല്ല. അവർക്ക് തെറ്റി. ഇതാണ് പ്രധാന ലൈവ് അപ്ഡേറ്റ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.